വിഷയം തിരയുന്നതിനിടയിലാണ് ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ അക്ഷയ അതിരപ്പള്ളിയിൽ ഒരു ഫോർച്യൂണറിനെ കാട്ടാൻ ആക്രമിക്കുന്ന വീഡിയോ കാണിച്ചിട്ട് എന്നോടൊരു സംശയം ചോദിച്ചത്. ഇതുപോലെ വന്യമൃഗങ്ങൾ നമ്മുടെ വാഹനങ്ങൾ ആക്രമിച്ചാൽ ഇൻഷുറൻസ് കിട്ടുമോ എന്ന് സത്യം പറഞ്ഞാൽ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ആ ചോദ്യം തന്നെ ആവട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയമെന്ന്. നമ്മളിൽ പലരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, പ്രത്യേകിച്ചും കാടുകളിലൂടെയും പ്രകൃതി രമണീയമായ വഴികളിലൂടെയും ഒക്കെയുള്ള ഡ്രൈവ്. അങ്ങനെയുള്ള യാത്രകളിൽ ഒരു മാൻകൂട്ടമോ കാട്ടുപന്നിയോ എന്തിന് ഒരു ആന തന്നെയോ നമ്മുടെ വണ്ടിക്ക് മുന്നിൽ പെട്ടാൽ എന്തു ചെയ്യും? ചിലപ്പോൾ നമുക്ക് വെട്ടിച്ചു മാറ്റാൻ കഴിഞ്ഞേക്കാം, പക്ഷെ നിർഭാഗ്യവശാൽ ചിലപ്പോൾ അതൊരു അപകടത്തിൽ കലാശിച്ചെന്നും വരാം. കാട്ടിൽ പോകണമെന്നില്ല, നമ്മുടെ നഗരങ്ങളിൽ പോലും തെരുവു നായ്ക്കളോ പശുക്കളോ എന്തിനേറെ പറയുന്നു എലികൾ പോലുമോ നമ്മുടെ വാഹനത്തിന് വലിയ കേടുപാടുകൾ വരുത്തി വെക്കാറുണ്ട്. അപ്പോൾ അക്ഷയ് ചോദിച്ച അതേ ചോദ്യം നമുക്ക് എല്ലാവർക്കും വേണ്ടിയൊന്ന് ചോദിക്കാം. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ കാർ ഇൻഷുറൻസ് ഒരു സഹായത്തിനെത്തുമോ? ലളിതമായി പറഞ്ഞാൽ അതിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ്. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നിങ്ങളുടെ വാഹനത്തിന് ഏതുതരം ഇൻഷുറൻസ് ആണ് ഉള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇത്. പ്രധാനമായും 2 തരം പോളിസികളാണ് ഉള്ളത്. ഒന്ന് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. ഇത് നിയമപ്രകാരം നിർബന്ധമാണ്, പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ വാഹനത്തിനുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിരക്ഷ ലഭിക്കില്ല. അതായത് നിങ്ങളുടെ വാഹനം കാരണം മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ ഒരു നഷ്ടമുണ്ടായാൽ അതിനുള്ള പരിരക്ഷ മാത്രമേ തേർഡ് പാർട്ടി പോളിസി നൽകുകയുള്ളൂ. അതുകൊണ്ട് മൃഗങ്ങൾ നിങ്ങളുടെ കാർ ആക്രമിച്ചാൽ പരിരക്ഷ നൽകുന്നത് 2ാമത്തെ തരം പോളിസിയാണ്, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് അഥവാ ഓൺ ഡാമേജ് പോളിസി. ഈ പോളിസി പ്രകാരം അപകടങ്ങൾ, മോഷണം, തീപിടുത്തം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്കൊപ്പം മൃഗങ്ങൾ മൂലം ഉണ്ടാക്കുന്ന കേടുപാടുകൾക്കും നിങ്ങൾക്ക് കവറേജ് ലഭിക്കും. ആന ഇടിക്കുന്നതോ പട്ടി ബമ്പർ കടിച്ചു പറിക്കുന്നതോ എലി വയറുകൾ കരണ്ടു തിന്നുന്നതോ എന്തുമാകട്ടെ, ഒരു കോംപ്രിഹെൻസീവ് പോളിസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. ഇനി അഥവാ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായാൽ എങ്ങനെയാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടത്? നടപടിക്രമങ്ങൾ വളരെ ലളിതമാണ്. അപകടം നടന്ന ഉടൻ തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ച് വിവരം അറിയിക്കുക എന്നതാണ് ആദ്യത്തെ പടി. ഇപ്പോൾ മിക്ക കമ്പനികളും ഓൺലൈനായി കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കും. അവർ അയച്ചു തരുന്ന ഒരു ലിങ്ക് വഴി കേടുപാടുകളുടെ ചിത്രങ്ങളും വീഡിയോയും എടുത്ത് അയച്ചു കൊടുത്താൽ മതിയാകും. ഇൻഷുറൻസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ പരിശോധിച്ച് കേടുപാടുകൾ വിലയിരുത്തുകയും തുടർ നടപടികളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. ചിലപ്പോൾ അവർ നേരിട്ടൊരു സർവേയറെ അയച്ചെന്നും വരാം. അതുകൊണ്ട് ഒരു വാഹനം വാങ്ങുമ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രം എടുക്കാതെ അല്പം പണം അധികം മുടക്കി ഒരു കോംപ്രിഹെൻസീവ് പോളിസി എടുക്കുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അപകടങ്ങൾ എപ്പോഴും അപ്രതീക്ഷിതമായാണല്ലോ വരുന്നത്. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരു നല്ല ഇൻഷുറൻസ് പോളിസിക്ക് സാധിക്കും. അപ്പോൾ ഇനിയൊരു സംശയത്തിന്റെ ആവശ്യമില്ല. മൃഗങ്ങൾ നിങ്ങളുടെ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയാൽ കയ്യിൽ ഒരു കോംപ്രിഹെൻസീവ് പോളിസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. നിങ്ങളുടെ സംശയങ്ങൾ തീർന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ പൂർണ്ണമായും വിവര ആവശ്യങ്ങൾക്കായി മാത്രം തയ്യാറാക്കിയതാണ്. ഇൻഷുറൻസ് പോളിസിയുടെ നിബന്ധനകളും വ്യവസ്ഥകളും ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും. അതിനാൽ നിങ്ങളുടെ പോളിസിയിൽ എന്തെല്ലാം പരിരക്ഷകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾക്കായി നിങ്ങളുടെ ഇൻഷുറൻസ് ദാതാവുമായി നേരിട്ട് ബന്ധപ്പെടുക. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.